SNDPയുമായുള്ള ഐക്യനീക്കത്തിൽ നിന്ന് പിന്മാറി NSS. ഐക്യനീക്കം പ്രായോഗികമല്ലെന്ന് പെരുന്നയിൽ ചേർന്ന NSS ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തീരുമാനം. അജിത് ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അജിത്, എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ സ്വാഗതം ചെയ്തതിന് ശേഷം പിന്നീട് വളരെ പെട്ടെന്ന് ഇങ്ങനെയുള്ള ആലോചനകളിൽ നിന്ന് പിന്മാറിയത്? വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഇപ്പോൾ NSS ആസ്ഥാനത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡയറക്ടർ ബോർഡ് യോഗം ചേർന്നപ്പോഴാണ് ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പല ആളുകളും ഉയർത്തിയത്. പ്രത്യേകിച്ചും SNDPയുമായി നേരത്തെയും പലതവണ ഐക്യം രൂപപ്പെടുത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ഐക്യത്തിലേക്ക് പോയാൽ അത് ഗുണകരമാകില്ല. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അത് ഒട്ടും ഗുണം ചെയ്യില്ല എന്നുള്ള വിലയിരുത്തലാണ് ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പത്രക്കുറിപ്പിലൂടെ തങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയാണെന്ന് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, പത്രസമ്മേളനം നടത്തി NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഈ ഐക്യത്തെ സ്വാഗതം ചെയ്യും, അതോടൊപ്പം തന്നെ പൂർണ്ണമായും ഇതിന് പിന്തുണ നൽകുന്നെന്നും വെള്ളാപ്പള്ളി നടേശനെ സ്വാഗതം ചെയ്യുന്നെന്നും അടക്കമുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഐക്യം ഗുണകരമാകുമെന്നും ഐക്യമുണ്ടാകുമെന്നും ഉൾപ്പെടെയുള്ള പ്രസ്താവനകളും പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബോർഡ് യോഗത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഈ കാര്യത്തിൽ മാറ്റമുണ്ടായിരിക്കുന്നു. അതിൽ മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഭൂരിഭാഗം അംഗങ്ങളും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് രേഖപ്പെടുത്തിയത്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനൊരു ഐക്യം പ്രായോഗികമല്ലെന്നും പ്രത്യേകിച്ച് NSSനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമനൂര നിലപാടുള്ളതിനാൽ ഇത്തരത്തിലൊരു ഐക്യവുമായി മുന്നോട്ട് പോകാനില്ല എന്നും വ്യക്തമാക്കുന്നു. നമുക്കറിയാം ഈ സംഭവത്തിൽ വളരെ NSSന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് അവസാന വാക്ക് എന്ന മട്ടിൽ തീരുമാനങ്ങൾ എടുത്തിരുന്നത് സുകുമാരൻ നായരാണ്. സുകുമാരൻ നായർ തന്നെയാണ് ആദ്യഘട്ടത്തിൽ SNDPയുമായി ഇനിയൊരു ഐക്യം വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി ആകുന്ന കാലത്തുണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നത് മുമ്പ്. അതിനുശേഷം ഈ പുതിയ സാഹചര്യത്തിലെ ആലോചനകൾ സ്വാഗതം ചെയ്യുകയും വീണ്ടും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാമെന്നുള്ള ഒരു അതിന് മുൻകൈ എടുക്കുകയും ചെയ്യും എന്നുള്ള സൂചനയാണ് നേരത്തെ സുകുമാരൻ നായർ നൽകിയിരുന്നത്. അതിനെ സ്വാഗതം ചെയ്തെങ്കിൽ സുകുമാരൻ നായർക്കപ്പുറത്തേക്ക് ഡയറക്ടർ ബോർഡ് ഇപ്പോൾ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന നിലയിലേക്ക്, അവരുടെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് കൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അതിനൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലമാണ്. ഏതെങ്കിലും ഒരു കക്ഷിയോട് എതിർപ്പ് കാണിച്ചുകൊണ്ട് ഒരു സഖ്യം രൂപീകരിക്കേണ്ട സാഹചര്യമില്ല. നേരത്തെ ഈ സഖ്യം രൂപീകരിക്കപ്പെട്ട എല്ലാ ഘട്ടത്തിലും അതിന് പ്രത്യേകമായ ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊരു രാഷ്ട്രീയമായ സാഹചര്യത്തിലാണ്. പ്രത്യേകിച്ചും VD സതീശിനെതിരെയുള്ള വിമർശനം, അതേ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ, കോൺഗ്രസുമായുള്ള പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ആ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ഐക്യത്തിലേക്ക് പോകുമെന്ന പ്രഖ്യാപനം ഉണ്ടായത്. പക്ഷെ അത് പിന്നീട് ഈ NSSനുള്ളിൽ തന്നെ പലയിടങ്ങളിൽ നിന്നായി അഭിപ്രായം ഉയർന്ന പശ്ചാത്തലം ഉണ്ടായി. അങ്ങനെ ഏതെങ്കിലും ഒരാളെ വിമർശിച്ചുകൊണ്ട് അതിന്റെ പേരിൽ ഒരു ഐക്യത്തിലേക്ക് പോകുന്നത് ഗുണകരമല്ല എന്നും മാത്രമല്ല അത് CPMന് അനുകൂലമായിട്ടുള്ള ഐക്യമാണെന്ന് വിലയിരുത്തപ്പെടുമെന്നും അടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഇവിടെ പ്രതിഫലിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഈ ഐക്യവുമായി മുന്നോട്ട് പോകേണ്ടതില്ല. അതുകൊണ്ട് തന്നെ NSSന്റെ അടിസ്ഥാന മൂല്യങ്ങൾ, അത് സമദൂര നിലപാടാണ്, അതുമായി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഇപ്പോൾ അങ്ങനെ ഒരു ഐക്യം രൂപീകരിച്ചാൽ അത് സമദൂര നിലപാടിൽ നിന്നുള്ള വ്യതിചലനമാണ്. കാരണം ഇപ്പോൾ അങ്ങനെ ഒരു ഐക്യം വന്നാൽ അത് ഈ CPMന് അനുകൂലമാണെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിക്കും. അതുകൊണ്ട് തന്നെ സമനൂര നിലപാട് എന്നുള്ള NSSന്റെ കാഴ്ചപ്പാട് അത് ലംഘിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഐക്യം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് NSS വിശദീകരിക്കുന്നത്. തങ്ങളുടെ നിലപാട് സമദൂരമാണ്, അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ ഐക്യം കൊണ്ട് രാഷ്ട്രീയമായി ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള രീതികളല്ല NSS മുന്നോട്ട് പോകുന്നെന്നുള്ള സമൂഹത്തിൽ ഉണ്ടാകുന്ന വിലയിരുത്തലാകും. അതിന് നിന്നു കൊടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ്. അതോടൊപ്പം തന്നെ SNDP ഇക്കാര്യത്തിൽ ഒരു പ്രശ്നത്തിലേക്ക് പോകാൻ NSS ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ സമുദായങ്ങളോടും എന്ന വണ്ണം SNDPയോടും സൗഹാർദ്ദത്തിൽ വർത്തിക്കാനാണ് NSS ആഗ്രഹിക്കുന്നത് എന്നുകൂടി ഈ പ്രസ്താവനയിൽ ചേർത്തിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ SNDP ഇക്കാര്യത്തിൽ ചേർന്നിട്ട് അവർ സന്ദർശനം നടത്താൻ, ചർച്ച നടത്താനായി തുഷാർ വെള്ളാപ്പള്ളി ചുമതലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുഷാർ ഈ യോഗം നടന്നതിന്റെ പിറ്റേ ദിവസം എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. പിന്നീട് അത് നീണ്ടുപോവുകയായിരുന്നു. ഇതുവരെ തുഷാർ പെരുന്നയിലെത്തി സന്ദർശനം നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ നീണ്ടുപോകൽ കൂടി ഇത്തരം ഒരു തീരുമാനം ഉണ്ടാകുന്നതിൽ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. അന്ന് ഏറ്റവും അടിയന്തരമായിട്ടുള്ള സന്ദർശനം നടത്തുകയായിരുന്നു. ഒരുപക്ഷെ മറ്റൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയാണ്. പക്ഷേ ആ സന്ദർശനം നീണ്ടുപോയതോടുകൂടി തന്നെ ഇപ്പോൾ NSSന്റെ ഡയറക്ടർ ബോർഡ് യോഗം ചേരുകയും മറ്റൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്ന പശ്ചാത്തലം വന്നാൽ മകനെ പോലെ സ്വാഗതം ചെയ്യും എന്നായിരുന്നു നേരത്തെ സുകുമാരൻ നായർ പ്രഖ്യാപിച്ചിരുന്നത്. ഈ കാര്യത്തിൽ ഒരു കൂടിയാലോചന ഇല്ലാതെ അത്തരത്തിൽ SNDPയുടെ നിലപാടിനെ സ്വാഗതം ചെയ്തതിന്റെ തിക്തഫലം ഇപ്പോൾ സുകുമാരൻ നായർ അനുഭവിക്കുന്നു എന്നുകൂടി വേണ്ടേ കരുതാൻ?
തീർച്ചയായും അത് നമുക്ക് കൃത്യമായി വ്യക്തമാകുന്ന പശ്ചാത്തലമുണ്ട്. ഹർഷൻ സൂചിപ്പിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കുറെ നീണ്ട കാലമായി സുകുമാരൻ നായർ മാധ്യമങ്ങളെ കാണുന്നുണ്ടായിരുന്നില്ല. നമുക്കറിയാം, നേരത്തെ NSSനെ സംബന്ധിച്ച് അവസാനത്തെ വാക്ക് സുകുമാരൻ നായർ ആയിരുന്നുവെങ്കിൽ അതിന് അപ്പുറത്തേക്ക് ഈ അടുത്ത കാലത്തായി ചില രാഷ്ട്രീയമായ വ്യത്യാസങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ട്. പലതരത്തിലുള്ള വിമർശനങ്ങൾ യോഗങ്ങളിലടക്കം ഉയരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വ്യക്തമാകുന്ന കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് നിരവധിയായ തവണ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ അടക്കം ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം മുമ്പിലുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ ഈ ഡയറക്ടർ ബോർഡിന്റെ മറിച്ചൊരു തീരുമാനത്തെ നമ്മൾ കാണുന്നത്. പൂർണ്ണമായും സുകുമാരൻ നായർ എടുത്ത തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ ഒരു നിലപാടാണ് ഇപ്പോൾ NSSന്റെ പൊതുവായ തീരുമാനമായി വന്നിരിക്കുന്നത്. അത് സുകുമാരൻ നായരെ സംബന്ധിച്ചും വലിയ തിരിച്ചടിയാണ്. കാരണം അത്തരത്തിലൊരു തീരുമാനം പ്രഖ്യാപിക്കുകയും ഐക്യമുണ്ടാകുമെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രഖ്യാപിക്കുകയും ചെയ്ത സുകുമാരൻ നായരുടെ നിലപാടിന് വിലയില്ല എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ വിലയിരുത്തപ്പെടും എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും എടുത്ത് കാണേണ്ടത്. നിലവിലേതാണെങ്കിലും ഈ ഐക്യവുമായി മുന്നോട്ട് പോകാനുള്ള എന്ന പ്രഖ്യാപനത്തിലേക്ക് NSS എത്തിയിരിക്കുന്നു. ആ തീരുമാനം പത്രക്കുറിപ്പായി മാധ്യമങ്ങളെയും ജനങ്ങളെയും എല്ലാം അറിയിച്ചിരിക്കുന്നു. ഈ പത്രക്കുറിപ്പിന് അപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കാൻ സുകുമാരൻ നായർ തയ്യാറാകുമോ? NSS നേതൃത്വം തയ്യാറാകുമോ? അതേക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? തീർച്ചയായും അത്തരത്തിൽ വിശദീകരിക്കേണ്ടി വരും. സ്വാഭാവികമായും മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ കാര്യത്തിൽ പ്രതികരണം ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട് വലിയ ദൈർഘ്യമായൊരു പത്രസമ്മേളനമാണ് നടത്തിയത്. നമുക്ക് ഈ മാധ്യമ പ്രവർത്തകർക്ക് നോക്കുമ്പോൾ അറിയാം, NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പത്രസമ്മേളനങ്ങളൊക്കെ വളരെ ചെറുതായിരിക്കും. അത്രയും നീണ്ട ഒരു പത്രസമ്മേളനം സമീപകാലത്തൊന്നും സുകുമാരൻ നായർ നടത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. അത് തന്നെയാണ് അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും. നീണ്ട നേരം സമയമെടുത്ത് മാധ്യമങ്ങളെ കണ്ട് ഈ ഐക്യവുമായി മുന്നോട്ട് പോവുകയാണെന്നും ഇത് ആ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും ഉൾപ്പെടെ പറഞ്ഞ സുകുമാരൻ നായരുടെ നിലപാടിന് പൂർണ്ണമായും തിരിച്ചടി ഉണ്ടാകുന്ന രീതിയിലേക്ക് തീരുമാനം എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഹർഷൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തുഷാർ വെള്ളാപ്പള്ളിയെ മകനെ പോലെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ നിലപാട് VD സതീശനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നിരവധി പ്രസ്താവനകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. VD സതീശനെ പെരുപ്പിച്ച് കാണിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് വരെ ഒരു പത്രസമ്മേളനത്തിൽ പറയുന്ന സ്ഥിതിയുണ്ടായി. അത്തരത്തിൽ താനൊരു കാര്യം പറയുമ്പോൾ അതിലേക്ക് VD സതീശനെ എന്തിനാണ് ചേർത്ത് വെക്കുന്നത്? അത്രയും വലിയ ആളാണോ VD സതീശൻ എന്ന് പത്രസമ്മേളനത്തിൽ ചോദിക്കുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെ നിരവധിയായ വിമർശനങ്ങൾ തുടർച്ചയായ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഉന്നയിച്ചു. മാത്രമല്ല SNDPയുടെ വെള്ളാപ്പള്ളി നടേശനെ പൂർണ്ണമായും ചേർത്ത് പിടിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു. ആ പ്രതികരണങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇനി അദ്ദേഹത്തിന്റെ പ്രതികരണം അടക്കം ഉണ്ടാവേണ്ടതുണ്ട്. അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്ന് കൂടി അറിയേണ്ടതുണ്ട്. ഏതാണെങ്കിലും സുപ്രധാനമായ രാഷ്ട്രീയ തീരുമാനം കൂടിയാണ് ഇപ്പോൾ NSSന്റെ ആസ്ഥാനത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് ഈ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇക്കാര്യത്തിൽ ഈ ആദ്യഘട്ടം മുതൽ ഈ രണ്ട് സമുദായ നേതാക്കന്മാർക്കും ഏകാഭിപ്രായം ഉണ്ടായിരുന്ന വിഷയം എനിക്ക് തോന്നുന്നു VD സതീശനെതിരായ നിലപാടായിരുന്നു എന്നതാണ്. ആ അഭിപ്രായ പ്രകടനങ്ങൾ ഇങ്ങനെ തുടർച്ചയായി ഇരുപക്ഷത്തു നിന്നും വന്ന് ആ നിലയ്ക്ക് ഐക്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് വളരെ ഉപരിപ്ലവമായ ഒന്നായി തന്നെയായിരുന്നു കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷെ പിന്നീട് സുകുമാരൻ നായർ അതേക്കുറിച്ച് വ്യാഖ്യാനിച്ചത്, വിശദീകരിച്ചത് സംവരണം മാത്രമാണ് നേരത്തെ മുമ്പിലുണ്ടായിരുന്ന ഏക തടസ്സം NSSനും SNDPക്കും ഐക്യത്തിൽ മുന്നോട്ട് പോകുന്നതിന്. ആ സംവരണം എന്ന പ്രശ്നം ഈ ഘട്ടത്തിൽ മാറിയിരിക്കുന്നു. കാരണം ഈ മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്കുള്ള സംവരണം അത് ആ നിലയ്ക്ക് നടപ്പായിരിക്കുന്നു. ആ കാര്യത്തിൽ മുമ്പ് SNDPക്ക് ഉണ്ടായിരുന്ന എതിർപ്പ് അത് മാറിയിരിക്കുന്നു. ഒപ്പം ഭരണതലത്തിലെ സർക്കാർ ജോലിയിലെയൊക്കെ പ്രാതിനിധ്യം ഏതാണ്ട് ആ വിഷയത്തിലും SNDPക്ക് ഏതാണ്ട് അവർക്ക് അവരുടെ അംഗസംഖ്യയ്ക്ക് ആനുപാതികമായ പ്രാതിനിധ്യം ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തൽ SNDPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെയാണ് ആ ഐക്യത്തിലേക്ക് പോയത്. പക്ഷേ അതുകൊണ്ട് മാത്രം അതുവരെ നടത്തിയ ആലോചനകൾ കൊണ്ടും അതുവരെ നടത്തിയ പ്രസ്താവനകൾ കൊണ്ടുമൊക്കെ ഈ ഐക്യം സാധ്യമാവില്ല എന്ന് വരുമ്പോൾ അതിന് പിന്നിൽ ആരൊക്കെയാണ് ഇപ്പോൾ ഐക്യത്തെ എതിർത്തുകൊണ്ട് പ്രവർത്തിച്ചത് എന്നതുകൂടി അന്വേഷിക്കേണ്ടതുണ്ടല്ലോ. അത് എങ്ങനെയാണ് അങ്ങനെ ഒരു സംഘം പരുവപ്പെട്ടത്? തീർച്ചയായും ഹർഷൻ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ്. അതായത് NSSന്റെ തീരുമാനം, അത് ഈ NSSന്റെ തീരുമാനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സമവാക്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമായിരുന്നില്ല എന്നുള്ള വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ചില ആളുകളോടുള്ള ശക്തമായ വിയോജിപ്പും വിമർശനവുമാണ് ഏറ്റവും പ്രധാനമായും ഉണ്ടായിരുന്നത്. ആ വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ആ തീരുമാനം എത്തിയത് എന്നുള്ള വിമർശനങ്ങൾ അടക്കമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് VD സതീശനോടുള്ള ശക്തമായ എതിർപ്പ്, അതാണ് ഈ ഐക്യത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനും സമാനമായ ശക്തമായ എതിർപ്പ് VD സതീശനോടുണ്ടായിരുന്നു. രണ്ടുപേരും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചത്. ഈ ഐക്യത്തിലേക്ക് പോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ ആ ഫാക്ടറാണ്, ആ കോമൺ ഫാക്ടർ ആയിരുന്നു. ആ കോമൺ ഫാക്ടറിനെ മുൻനിർത്തിക്കൊണ്ട് ചർച്ചകൾ ഉണ്ടാകുകയും രണ്ടുപേരും വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു.
സുകുമാരൻ നായർ തന്നെ ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ പലതവണ വ്യക്തമാക്കി. വെള്ളാപ്പള്ളി നടേശനും ഇതിന് ഒരു പടി കൂടി കടന്ന് VD സതീശൻ അല്ലാതെ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും AK ആന്റണിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉണ്ടല്ലോ, പിന്നെ എന്താണ് എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ അടക്കം ഉന്നയിച്ചു. അങ്ങനെ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതിന് ഈ കോമൺ ഈ ഐഡിയയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു ഐക്യത്തിന്റെ സ്വഭാവമായിരുന്നു അതിനുണ്ടായിരുന്നത്. പക്ഷേ അതിന് പിന്നാലെ തന്നെ വ്യാപകമായ വിമർശനങ്ങൾ പല കോണിൽ നിന്ന് ഉയർന്നു വന്നു. അത് ഒന്നാമത് CPM-ന് അനുകൂലമായിട്ടുള്ള ഒരു ഐക്യമാണ്. അത് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഐക്യം രൂപീകരിക്കുന്നത് ശരിയായ നിലപാടല്ല. സമുദായ സംഘടനകൾ ഇത്തരത്തിലൊരു നിലപാടല്ല സ്വീകരിക്കേണ്ടത്, പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്. അതുകൊണ്ട് അത്തരം ഒരു സമീപനം വേണ്ട എന്നുള്ള അഭിപ്രായം ഉയർന്നു വന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം BJP-യുടെ അനുകൂലിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള NSS-ന്റെ ആളുകൾ ഉൾപ്പെടെ ഈ കാര്യത്തിൽ ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തി. ഒരു രാഷ്ട്രീയമായ സാഹചര്യം നിൽക്കുന്നു മുമ്പിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ ഒരു ഐക്യത്തിലേക്ക് പോയാൽ അത് മറ്റു രീതികളിൽ വിലയിരുത്തപ്പെടും. അതുകൊണ്ട് അത്തരം ഐക്യം വേണ്ട. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, നമ്മൾ മറച്ചു വയ്ക്കാതെ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടാവുന്ന ഒരു കാര്യം, ഏറെക്കാലമായി NSS സമുദായ നേതൃത്വത്തിലേക്ക് കടന്നു കയറാനോ അല്ലെങ്കിൽ ആ തീരുമാനങ്ങളിൽ ഇടപെടാനോ വേണ്ട ഒരു ശ്രമം BJP നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. അല്ലെങ്കിൽ BJP പ്രവർത്തകരായ വലിയൊരു പങ്ക് NSS പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ ശ്രമങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു വിജയം കാണുന്നു എന്ന് വേണമെങ്കിൽ വിലയിരുത്താൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? കഴിഞ്ഞ ദിവസമാണ് PS ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ള നേതാക്കൾ NSS ആസ്ഥാനത്തെത്തി കാണുകയും തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. സൗഹാർദ്ദ സംഭാഷണമായിരുന്നുവെന്ന് പറഞ്ഞെങ്കിലും അത് പൂർണ്ണമായും നമുക്ക് ഒരു സൗഹാർദ്ദ സംഭാഷണം എന്ന നിലയ്ക്ക് മാത്രം വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല ഉണ്ടായിരുന്നത്. BJP-ക്ക് ഇക്കാര്യത്തിൽ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് ഹർഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു പരസ്യമായ രഹസ്യമാണ് BJP-യുടെ NSS-ലേക്കുള്ള ഇടപെടൽ. അത് ശക്തമാക്കാൻ നിരവധി തവണ BJP സംസ്ഥാന തലത്തിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരം ശ്രമങ്ങളും അത്തരം പ്രവർത്തനങ്ങളും ഒക്കെ തുടരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പ്രധാനപ്പെട്ട ഘടകമായി ഈ NSS-ല് BJP അനുകൂലിക്കുന്ന ഒരു നിലപാടായി സ്വീകരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ PS ശ്രീധരൻപിള്ള ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന പശ്ചാത്തലമുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ സുകുമാരൻ നായർ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. അത് പ്രത്യേകിച്ച് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ